അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അനിൽ മുഹമ്മദിൻ്റെ പോക്ക് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ഒരു ശൈലിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ സ്വന്തം ചെയ്യുകയല്ല, ഇത് പെയ്ഡാണ്. ഇതിൻ്റെ പിന്നിൽ ഇയാൾക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും ഇയാൾ ഇടപെടേണ്ടതില്ലാത്ത, ഒരിക്കലും ഇടപെടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇയാൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് സമസ്തയെക്കുറിച്ചും സമസ്ത പണ്ഡിതന്മാരെക്കുറിച്ചുമൊക്കെ ദിവസം ഓരോ വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ സ്വയം വഷളായിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, ഇയാൾക്ക് എന്തോ ഓഫർ കിട്ടിയിട്ടുണ്ട്, ഇയാൾക്ക് എവിടുന്നോ ഏതോ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളും അത് സമ്മതിക്കേണ്ട വിധത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞിരുന്നത്? ബഹുമാനപ്പെട്ട സമസ്തയുടെ 16ഓളം പദ്ധതികളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു തഹിയ ഫണ്ട് ശേഖരണം. ആ ഫണ്ട് ശേഖരണത്തിൽ ഇയാൾ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി ആ വാൾവങ്ങ് പൂട്ടിയാൽ ഇതവിടെ നിൽക്കുമെന്നാണ്. തഹിയയുടെ തുടക്കത്തിലാണത് പറഞ്ഞത്. പക്ഷേ പിന്നീട് കണ്ടത് തഹിയ അടിച്ചു കയറുന്നതാണ്, അനിൽ മുഹമ്മദ് എയറിലേക്ക് അടിച്ചു കയറുന്നതാണ്. അങ്ങനെ 46 കോടി പിരിച്ചു. 25 കോടിയാണ് സമസ്ത ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും 46 കോടിയിലേക്ക് അതെത്തി. ആ സമയത്ത് ആ പാപം കുഞ്ഞാലിക്കുട്ടിയെ പോലും ഇയാൾ വഷളാക്കി, സ്വയം വഷളായി. പിന്നീട് അതിൻ്റെ കലിപ്പ് തീർക്കാൻ നിരന്തരം വീഡിയോകൾ ചെയ്തു. ഒന്നും ക്ലച്ച് പിടിച്ചില്ല. പല വിഷയങ്ങളിലും ഇയാൾ അനാവശ്യമായി ഇടപെട്ടു. സമസ്തയുടെ സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒക്കെ സമസ്തയെ അപകീർത്തിപ്പെടുത്താനും പണ്ഡിതന്മാരെ ഇകഴ്ത്താനും ഇയാൾ നിരന്തരം ശ്രമങ്ങൾ നടത്തി. അപ്പോഴൊക്കെ അന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് പെയ്ഡാണ്, ഇതിൻ്റെ പിന്നിൽ ഇയാൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. എന്താണ് ആ താല്പര്യം ഇപ്പോൾ പൂച്ച പുറത്ത് ചാടിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്നലത്തെ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വർഗീയത പറഞ്ഞ് സസ്പെൻഷൻ, അനിൽ മുഹമ്മദിനെ ടൂറിസം വകുപ്പിൽ നിയമിക്കാൻ നീക്കം. കൊല്ലം, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അപകീർത്തികരമായ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡിലായിരുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്ത് വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്ത് നിയമിക്കാൻ നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലത്തെ KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലെ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് മാനേജർ അനിൽ മുഹമ്മദിനെയാണ് ക്ലീൻ ചീറ്റ് നൽകി സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്ത് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ മാനേജിംഗ് ഡയറക്ടറാക്കാൻ നീക്കം നടക്കുന്നത്. ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഫയലെത്തിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം. നോക്കണം നിങ്ങൾ, ഇതിനാണോ UDF സർക്കാരെ നിങ്ങൾ അധികാരത്തിൽ വന്നത്? ഇങ്ങനത്തെ കള്ളന്മാരെയും കൊള്ളക്കാരെയുമൊക്കെ നിയമിക്കാനാണോ? അതിനാണോ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തത്? വോട്ട് ചെയ്ത ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ബാക്കി വായിക്കാം. സർക്കാർ ജീവനക്കാരായിരിക്കെ വിവിധ മതങ്ങളുടെ മേലധ്യക്ഷരെ അവഹേളിക്കുന്ന സാമുദായിക ലഹളയ്ക്ക് വഴിയൊരുക്കുന്ന വീഡിയോകളാണ് യൂട്യൂബർ കൂടിയായ അനിൽ മുഹമ്മദ് പങ്കുവച്ചത്. KMLൻ്റെയോ സർക്കാരിൻ്റെയോ അനുമതിയില്ലാതെ ഓഫീസ് സമയങ്ങളിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിയാണ് അനിൽ മുഹമ്മദ് വർഗീയ വീഡിയോകൾ ചെയ്തതെന്ന് വ്യവസായ വകുപ്പ് ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇയാൾ ഈ വീഡിയോ ചെയ്തിരുന്നതൊക്കെ പെരുങ്കള്ളനാണ്. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഇയാൾ ഉപദേശിക്കാൻ വന്നിരുന്നു. നോക്കണം നിങ്ങൾ, പണ്ഡിതന്മാർക്ക് ധാർമ്മികതയോ മറ്റൊക്കെ പഠിപ്പിക്കാൻ ഇയാൾ വന്നിരുന്നത് സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? വേശ്യയുടെ ചാരിത്ര പ്രസംഗമല്ലേ ഇയാൾ ഇതുവരെ നടത്തിയത്? സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആ ക്യാമറയും മറ്റൊക്കെ ഉപയോഗിച്ച് അതിലെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, അതും സർക്കാരിൻ്റെ സമയം, ഡ്യൂട്ടി ചെയ്യേണ്ട സമയം സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റിയിട്ട്
ഇയാൾ ആരൊക്കെ എതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഹമീദ് ഫൈസിക്കെതിരെ, ജിഫ്രി തങ്ങൾക്കെതിരെ. ഇയാൾക്ക് എന്താ ശരിക്കും വിളിക്കേണ്ടത്? പേരും കള്ളനല്ലേ ഇയാൾ. നോക്ക് നിങ്ങൾ. എന്നിട്ടാണ് ഇയാൾ ഈ മാന്യത നടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ ടൂറിസത്തിലേക്കാണ് ഇയാളെ നിയമിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ നിയമിച്ചോളൂ. സർക്കാരിനോട് ഒരു റിക്വസ്റ്റ്, അതായത് ടൂറിസത്തിൽ നമുക്കറിയാം ഈ മ്യൂസിയമൊക്കെ ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിൽ ചിരിക്കാത്ത മനുഷ്യന്മാരെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവലുണ്ട്, എക്സിബിഷനൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ ഇളിക്കുന്ന മനുഷ്യന്മാരെ 24 മണിക്കൂറും ആർട്ടിഫിഷ്യൽ ഇളി അത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താം. വേറെ എന്തിനാണ് ഇയാളെ പറ്റുക എന്നുള്ളത് സർക്കാർ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇയാൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി ഇയാൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ഉപദേശം ആർക്ക്? പണ്ഡിതന്മാർക്ക്, പണ്ഡിത സഭയുടെ മേലധ്യക്ഷന്മാർക്ക്. അതിൻ്റെ ഇടയിലൂടെ അപരമത വിദ്വേഷവും. എങ്ങനെയുണ്ട്? ബാക്കി വായിക്കാം. 2004 നവംബർ 20 കൊല്ലം ബിഷപ്പ് പോൾ ആൻ്റണി മുഖ്യമന്ത്രിക്കു നൽകിയ പരാതിയെ തുടർന്ന് വ്യവസായ വകുപ്പ് ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടി അന്വേഷണം നടത്തുകയും അനിൽ മുഹമ്മദിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തെളിവു സഹിതം വ്യക്തമാക്കുകയും ഗുരുതര കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അനുമതിയില്ലാതെ വിദേശയാത്രകൾ നടത്തിയെന്നും ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തിയെന്നും കണ്ടെത്തി പിരിച്ചുവിടുന്നത് അടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി MP മുഹമ്മദ് ഹനീഷിന് റിപ്പോർട്ട് നൽകി. തുടർന്ന് 2025 മാർച്ച് 26 അനിൽ മുഹമ്മദിനെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്താനും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KMML MD പ്രദീപ് കുമാറിന് നിർദ്ദേശം നൽകി. പിന്നാലെ അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് ആരറിയോ? നമ്മളാരുമല്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത കാര്യങ്ങളാണ്. നമ്മളാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് സുഹാബികൾ ഇപ്പം തന്നെ കിടന്ന് ന്യായീകരിക്കുന്നുണ്ട്. സുപ്രഭാതം കൊടുത്ത വാർത്ത വ്യാജമാണ്, അങ്ങനെ കൃത്യമായ തെളിവുകൾ ചെയ്ത ഇന്നലെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇന്നും വാർത്ത കൊടുത്തിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ സഹിതമാണ്. ഇനി നോക്കൂ നിങ്ങൾ. UDF സർക്കാർ വന്ന ഉടനെ അനിൽ മുഹമ്മദിന് ക്ലീൻ ചീറ്റ് നൽകി റിപ്പോർട്ട് സമർപ്പിക്കുകയും സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്ത ശേഷമാണ് ടൂറിസം വകുപ്പിലെ ഉന്നത സ്ഥാനത്ത് കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ചത്. അപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്ത് സർക്കാർ ഉദ്യോഗത്തിലിരുന്ന് സർക്കാരിൻ്റെ ശമ്പളം പറ്റി ഇവിടെ വർഗീയ ലഹളയും വർഗീയ ധ്രുവീകരണവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിലൂടെ എക്സ്ട്രാ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ അനിൽ മുഹമ്മദിനെയാണ് കയ്യോടെ പൊക്കിയിരിക്കുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്തതാണ്. ഇപ്പോൾ അത്തരം കള്ളന്മാരെ വീണ്ടും നിയമിക്കുന്നത് സർക്കാർ പുനർവിചിന്തനം നടത്തണമെന്നാണ് വളരെ വിനീതമായി സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരം കള്ളന്മാരെയൊക്കെ ഇനിയും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതിയുടെ നാണയത്തുട്ടുകൾ, ആ നാണയത്തുട്ടുകൾ നികുതിയായി കൊടുക്കുന്ന അതുപയോഗിച്ചുകൊണ്ടാണ് ഇവനെ പോലത്തെ കള്ളന്മാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് വളരെ വിനയത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം അതിനെതിരെ സമരം ചെയ്യാനും ആ നിയമനം റദ്ദാക്കാനുമുള്ള നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകണമെന്നും വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.